Hi friends, welcome to English Mithra. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൊക്കാബുലറി ആണ്, ഫ്രേസൽ വേർബ്സ് ആണ്. പണ്ടൊക്കെ നമ്മൾക്ക് യൂഷ്വലി ഫോൺ വിളിക്കുമ്പോൾ മലയാളത്തിൽ മാത്രം സംസാരിച്ചാൽ മതിയായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ നമ്മൾ പല കോളുകളിലും ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കോൺവെർസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൊക്കാബുലറി പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സോ നമ്മൾക്ക് ഒന്നാമത്തേത് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് പിക്കപ്പ്. പിക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? ഫോൺ എടുക്കുന്നതിനെയാണ് നമ്മൾ പിക്കപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ട്രൈ ടു കോൾ ജോൺ ബട്ട് ഹീ ഡിഡ്ന്റ് പിക്കപ്പ്. അവിടെ എന്താ പറയുന്നത്? ഞാൻ ജോണിനെ വിളിക്കാൻ ട്രൈ ചെയ്തു, പക്ഷേ ജോൺ ഫോൺ എടുത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് പിക്കപ്പ്. അടുത്തത് കോൾ ബാക്ക്, റിംഗ് ബാക്ക്, ഗെറ്റ് ബാക്ക്. ഇതൊക്കെ എന്താണെന്നറിയോ? നമ്മൾ ഒരാൾ നമ്മളെ ഫോൺ വിളിച്ചു, പക്ഷെ നമുക്ക് ആ സമയത്ത് സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ പിന്നെ വിളിക്കാം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഈ പിന്നെ വിളിക്കാമെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൾ ബാക്കും റിംഗ് ബാക്കും ഗെറ്റ് ബാക്കും ഒക്കെ. ഓക്കെ, സോ നമ്മളോട് ഒരാൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പറയാം, ഐ ആം ഓൺ അനദർ കോൾ, കെൻ യു ഗെറ്റ് ബാക്ക് ടു മീ ആഫ്റ്റർ 20 minutes. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ വേറൊരു കോളിലാണ്, ഐ ആം ഓൺ അനദർ കോൾ, ഞാൻ വേറൊരു കോളിലാണ്, can you get back to me after 20 minutes. ഇനി ഇതേ സമയത്ത് നമ്മൾ കോൾ ബാക്ക് ആണെന്ന് പറയുന്നെങ്കിൽ can you call back after 20 minutes എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ഇസ് സ്പീക്ക് അപ്പ്. ഓക്കെ, സ്പീക്ക് അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്ന ആൾ പറയുന്നത് നല്ലപോലെ കേൾക്കുന്നില്ല, നമ്മൾക്ക് അത്ര ഓഡിബിൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശബ്ദത്തിൽ പറയാമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പീക്ക് അപ്പ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഐ എം നോട്ട് ഏബിൾ ടു ഹിയർ യു വെൽ, കുഡ് യു പ്ലീസ് സ്പീക്ക് അപ്പ്. അവിടെ ഞാൻ എന്താ പറയുന്നത്? എനിക്ക് നിങ്ങളെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഉറക്കെ പറയാൻ പറ്റുമോ? കുഡ് യു പ്ലീസ് സ്പീക്ക് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റീച്ച് ഔട്ട് ഓർ കണക്ട്. ഓക്കെ, റീച്ച് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ നമ്മളെ കിട്ടാൻ വേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പറയില്ലേ? റീച്ച് ഔട്ട് ടു മീ അറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോൺ നമ്പർ കൊടുക്കും. അവിടെ നമ്മൾ എന്താ പറയുന്നത്? ഫോണിലൂടെ എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ നമ്പർ യൂസ് ചെയ്താൽ മതി എന്നുള്ള പോലെ. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ റീച്ച് ഔട്ട് ടു ദ GM at 9544 blah blah blah, വാട്ട് എവർ ഫോൺ നമ്പർ ദാറ്റ് യു ഗിവ്. ഓക്കെ, അവിടെ എന്താ നമ്മൾ പറയുന്നത്? GMനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഇന്ന നമ്പറിൽ, GMനോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മളവിടെ യൂസ് ചെയ്ത് എന്താ? റീച്ച് ഔട്ട് എന്നുള്ള ഫ്രേസ് അല്ലെങ്കിൽ കണക്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണമൊക്കെ നമ്മളോട് ആൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇടവിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കോൾ ഇസ് ബ്രേക്കിംഗ് അപ്പ്, പ്ലീസ് ചെക്ക് ദ നെറ്റ്വർക്ക്. അവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്ക് വിട്ടാണ് കേൾക്കുന്നത്, നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യുമോ? അപ്പോൾ നമ്മളോട് ആരെങ്കിലും ദ കോൾ ഇസ് ബ്രേക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നത് വിട്ടാണ് കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇസ് പെൻ ഡൗൺ. പെൻ ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടിപ്പോൾ ഒരാൾ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾക്ക് എഴുതിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുമോ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പെൻ ഡൗൺ എന്നുള്ള ഫ്രേസ് വേർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കെൻ യു പ്ലീസ് പെൻ ഡൗൺ ദിസ് അഡ്രസ്. അവിടെ എന്താ പറയുന്നത്? ഈ അഡ്രസ്സ് ഒന്ന് എഴുതിയെടുത്തേക്കാമോ? ഓക്കെ, ഇനി അതേപോലെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി ഒരെണ്ണമാണ് റീഡ് ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തു, നമ്മളൊരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് നമ്മൾക്ക് ആ ഫോൺ നമ്പർ അവരത് എഴുതിയെടുത്തു. കൺഫർമേഷന് വേണ്ടി നമ്മളത് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റീഡ് ബാക്ക് അല്ലെങ്കിൽ റിപ്പീറ്റ് ദാറ്റ് എന്ന് പറയുന്ന രണ്ട് ഫ്രേസസ്. ഓക്കെ, ഐ റീഡ് ദാറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ എന്താ? ഞാനത് ഒന്നുകൂടി പറയാം, ഞാനത് ഒന്നുകൂടി വായിക്കുകയാണ്, നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്തോളൂ എന്നുള്ളതിന് ഐ റീഡ് ദാറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്പർ പറഞ്ഞാൽ മതി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹാങ് ഓൺ അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ഒക്കെയാണ്. അതായത് കോളിലൊന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാങ് ഓണും ഹോൾഡ് ഓണും ഹോൾഡ് ദ ലൈൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്. ഹാങ് ഓൺ ഫോർ എ സെക്കൻഡ്, ലെറ്റ് മീ ചെക്ക് ദ ഡേറ്റ്സ് ഫോർ യു. അവിടെ നമ്മൾ എന്താ പറയുന്നത്? 1 മിനിറ്റ് കോളിൽ തന്നെ വെയിറ്റ് ചെയ്യുക, ഞാൻ ഡേറ്റ് നോക്കിയിട്ട് പറയാം അല്ലേ? അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഹാങ് ഓൺ. അവിടെ തന്നെ നമുക്ക് ഹോൾഡ് ഓണും യൂസ് ചെയ്യാം, ഹോൾഡ് ദ ലൈനും യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഹാങ് അപ്പ്. ഹാങ് ഓണും ഹാങ് അപ്പും നമുക്ക് മാറിപ്പോകരുത്. ഹാങ് ഓൺ എന്ന് വെച്ചാൽ കോൾ തന്നെ വെയിറ്റ് ചെയ്യാനാണ്. ഹാങ് അപ്പ് എന്ന് വെച്ചാൽ കോൾ കട്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഹാങ് അപ്പ് പറയുന്നത്. ഓക്കെ, ഷീ ഹങ് അപ്പ് ദ കോൾ ബിഫോർ ഐ കുഡ് സേ എനിത്തിങ്. അവിടെ എന്താ? ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൾ കോൾ വെച്ചു, ഹങ് അപ്പ്. ഓക്കെ, അപ്പോൾ ഹാങ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കട്ട് ഓഫ്.
കട്ട് ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷൻ കട്ടാവുക എന്നുള്ളതാണ്. അപ്പുറത്തെ ആൾ കട്ട് ചെയ്തു എന്ന് നിർബന്ധമില്ല, അപ്പുറത്തെ ആൾ ഫോൺ ഹങ്ങപ്പ് ചെയ്തു എന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ എന്തെങ്കിലും പ്രശ്നം കാരണം കോൾ കട്ടാവുന്നതിനെയൊക്കെ നമ്മൾ കട്ട് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത്. ഐ തിങ്ക് വി വെർ കട്ട് ഓഫ്, ക്യാൻ യു കം അഗൈൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, കോളിൽ എന്താ പറയുന്നത്, ഈ കോൾ ഡിസ്കണക്റ്റഡ് ആയിരുന്നു, പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാമോ എന്ന് നമ്മൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്കണക്റ്റഡ് ആവുന്നതിനാണ് നമ്മൾ കട്ട് ഓഫ് എന്ന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഗെറ്റ് ത്രൂ. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കോൾ കണക്റ്റ് ആവുക, ആ ഒരു പ്രോസസ്സ് നമ്മൾ റിങ് ചെയ്തു ഒരു കോള്, എന്നിട്ട് ആ കോൾ ഒരാളിലേക്ക് കണക്റ്റ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഐ ട്രൈഡ് കോളിങ് ഹിം ബട്ട് ഡിഡിൻ ഗെറ്റ് ത്രൂ. അവിടെ നമ്മൾ എന്താ പറയുന്നത്, ഞാൻ വിളിച്ചു നോക്കി പക്ഷേ കോൾ കിട്ടിയില്ല, കോൾ കണക്റ്റ് ആയില്ല. ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പുട്ട് ത്രൂ. പുട്ട് ത്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കുകയാണ്, എന്നിലൂടെ വേറൊരാളോട് സംസാരിക്കണം, എൻ്റെ സെയിം ചാനലിലൂടെ വേറൊരാളെ ഞാൻ നിങ്ങൾക്ക് കോളിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പുട്ട് ത്രൂ എന്ന് പറയുന്നത്. ഐ വിൽ പുട്ട് യു ത്രൂ ദ MD എന്ന് പറയുവാണെങ്കിൽ എന്താ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ വിളിച്ചു, അപ്പം ഞാൻ നിങ്ങൾക്ക് MDനെ കണക്ട് ചെയ്ത് തരാണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ പുട്ട് ത്രൂ യൂസ് ചെയ്യുന്നത്. സോ നമ്മളൊരു 12 ഫ്രേസൽ വേർബ്സ് പഠിച്ചു ടെലിഫോണിക് കോൺവെർസേഷൻ റിലേറ്റഡ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കോണ്ടൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആവും തോന്നുന്നവർക്ക്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൗൺസിലർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇംഗ്ലീഷ് കോഴ്സസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ അവർ ഫാമിലി. So that's all for today's video. Until see you again next time, this is Saksa Abraham signing off from English Mithra. Thank you. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.